ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാരറ്റ് ഓയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. ക്യാരറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഓയിൽ തയ്യാറാക്കിയെടുക്കാം. ഈ എണ്ണ കൊച്ചു കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കി പിമ്പിൾ വന്നവരെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത്രക്കാർക്ക് വേണ്ടിയിട്ട് നല്ലൊരു റെമഡി കൂടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമുക്ക് ആദ്യം വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. 2 വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഈ ക്യാരറ്റ് എടുത്ത് നന്നായിട്ട് തന്നെ കഴുകി ഗ്രേറ്റ് ചെയ്തെടുക്കണം. ക്യാരറ്റിൻ്റെ അഴുക്കെല്ലാം മാറ്റിയ ശേഷമാണ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വേണം എണ്ണ കാച്ചാനായിട്ട് എടുക്കാൻ. ഞാനിവിടെ ചീനിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഉരുക്കെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഡ്രൈ സ്കിന്നുള്ളവർ മാത്രമേ വെളിച്ചെണ്ണയിൽ ഇത് കാച്ചിയെടുക്കാവൂ. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഒരുപാട് ക്യാരറ്റ് എടുക്കേണ്ട ആവശ്യമല്ല. ഇനി നന്നായിട്ട് എണ്ണ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് കാച്ചിയെടുക്കാം. നന്നായിട്ട് എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എണ്ണ കാച്ചുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് വേണം കാച്ചി എടുക്കേണ്ടത്. ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ എണ്ണ നന്നായിട്ട് തന്നെ റെഡിയായി കിട്ടും. ഡ്രൈ സ്കിന്നുള്ളവർ മാത്രമേ ഇതുപോലെ വെളിച്ചെണ്ണയിൽ കാച്ചി എടുക്കാവൂ. അല്ലാത്തവർക്കൊക്കെ പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്ക് പെട്ടെന്ന് തന്നെ പിമ്പിൾസ് വരും. അങ്ങനെയുള്ളവർ ബദാം ഓയിൽ ഇത് റെഡിയാക്കി എടുക്കുക. അല്ലെങ്കിൽ ഒലിവ് ഓയിലോ നല്ലെണ്ണയൊക്കെ എടുക്കാം. കുഞ്ഞുങ്ങൾക്കും അതുപോലെ ഡ്രൈ സ്കിന്നുള്ളവർക്കും ഒക്കെ ആണെങ്കിൽ ഇതുപോലെ വെളിച്ചെണ്ണയിൽ കാച്ചി ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ സ്കിന്നെല്ലാം നല്ല സ്മൂത്തായി കിട്ടുകയും ചെയ്യും, നല്ല നിറം വയ്ക്കുകയും ചെയ്യും. നമുക്ക് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മുഖത്തൊക്കെ ആണെങ്കിൽ റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മുഖത്തൊക്കെ ഒരുപാട് മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ രീതിയിൽ മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾക്കും കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ശരീരത്ത് പുരട്ടി കുളിപ്പിക്കാവുന്നതാണ്. വെയിലേറ്റിട്ടുണ്ടാകുന്ന കരിവെളുപ്പൊക്കെ നന്നായിട്ട് തന്നെ മാറിക്കിട്ടും. അതുപോലെ തന്നെ നിറം കുറവുള്ള കുട്ടികൾക്കൊക്കെ നന്നായിട്ട് നിറം വയ്ക്കുകയും ചെയ്യും. മഞ്ഞൾ അലർജി ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ ഈ എണ്ണ കാച്ചിയെടുക്കുന്ന കൂട്ടത്തിൽ പച്ചമഞ്ഞൾ ഒരു ചെറിയ പീസ് ഇതുപോലെ അരിഞ്ഞിട്ട് ഇതുപോലെ കാച്ചിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ പച്ചമഞ്ഞളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, പച്ചമഞ്ഞൾ അലർജി ഇല്ലാത്തവർ മാത്രമേ ആ രീതിയിൽ കാച്ചിയെടുക്കാവൂ. ഇതിപ്പോൾ നമ്മൾ മഞ്ഞളൊന്നും ഇട്ടിട്ടില്ലാത്ത കാരണം ആൺകുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് എണ്ണ ചൂടായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടു. ഇത് പിറ്റേ ദിവസമാണ് ഞാനതിൽ നിന്നും എണ്ണ അരിച്ച് മാറ്റുന്നത്. നമുക്ക് തണുത്തതിന് ശേഷം അരിച്ച് മാറ്റാവുന്നതാണ്. എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിൽ അടച്ച് നമുക്ക് സൂക്ഷിക്കാം. കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഓയിൽ നന്നായിട്ട് ശരീരത്തും മുഖത്തുമൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴുകി കളയാവുന്നതാണ്. കഴുകി കളയുമ്പോൾ നമുക്ക് പയറുപൊടിയോ കടലമാവോ ഒക്കെ ഉപയോഗിച്ച് കഴുകി കളയുന്നതായിരിക്കും നല്ലത്. സോപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും അതായിരിക്കും നല്ലത്. സ്കിന്നുള്ളവർ പയറുപൊടി തന്നെ ഉപയോഗിച്ച് കഴുകി കളയുക. അതുപോലെ തന്നെ ഇത് ഒരു ദിവസം ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നിറം വയ്ക്കുമെന്നല്ല ഞാൻ പറയുന്നത്. ചേർത്തുകൊണ്ട് ഒരു 10 ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റം മുഖത്ത് കാണാം. അതുപോലെ ഇത് ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ കാച്ചിയെടുക്കാതെ കുറേശ്ശെ കാച്ചിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് 1.5 മാസം 2 മാസമൊക്കെ നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാവുന്നതാണ്. എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ചാൽ മതി. കുളിക്കുന്നതിന് മുമ്പ് നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ തേച്ച് കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.